ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ATM ITMനെ പറ്റിയൊക്കെ. എത്ര പേര് കണ്ട് എന്ന് എനിക്കറിയത്തില്ല. കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം കണ്ടവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, നമുക്കപ്പം നമ്മുടെ വീക്ക്ലി അനാലിസിലേക്ക് വരാം. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മുടെ മിഡ് ക്യാപ്പ്, അതാണല്ലോ നമ്മുടെ മെയിൻ സംഭവം. നമുക്കതിനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതിനകത്തിൽ വരകളുടെ ബഹളങ്ങളല്ലേ, ഈ വരകളെല്ലാം നമുക്കങ്ങ് വായിച്ചു കളഞ്ഞേക്കാം. ഇല്ല, ഈ വര ഇനിയും ഓരോന്നോരോന്ന് വായിക്കാൻ പോയി ഒത്തിരി സമയം പിടിക്കും. ഓക്കെ, എല്ലാ വരകളും വായിച്ചു കളഞ്ഞു. എങ്കിലും നമുക്ക് നമ്മളുടെ ആ ഡേ വര വായിക്കാൻ പറ്റത്തില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അപ്പോൾ അത് നമ്മുടെ ആ വര നമുക്ക് ആദ്യം അതങ്ങ് വരച്ചിട്ടേക്കാം. അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് ഡെയിലി ക്യാൻഡിലിൽ ഉള്ള ഒരു ഡെയിലി ട്രെൻഡ് ലൈനാണിത്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ അതങ്ങനെ തന്നെ അവിടെ കിടന്നോട്ടെ. ഓക്കെ, അതിൻ്റെ കളർ വേറെ ആയിരുന്നു അല്ലേ, അതിൻ്റെ കളർ ഇതായിരുന്നു. ഓക്കെ, അത് നമുക്ക് ഇത് വരയ്ക്കുന്നതൊക്കെ നിങ്ങളിവിടെ നോക്കി പഠിച്ചോ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ഞാൻ ഈ വരയ്ക്കുന്നതൊക്കെ. അടുത്തത് ഇതായിരുന്നു. ഇതിങ്ങനെ ഇരുന്നോട്ട്, ഇതാണ് ഒന്നുകൂടെ കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇതാണ് ഡെയിലി. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇതുവരെ ആയിട്ട് നമുക്ക് ഈ ട്രെൻഡിനകത്ത് ഇത് കയറിയിട്ടില്ല. ഈ ട്രെൻഡിനകത്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്കിനി അടുത്ത ഒരു ഫർദർ വലിയൊരു മൂവ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഏത് മിഡ് ക്യാപ്പ്. അപ്പോൾ മിഡ് ക്യാപ്പ് നമുക്ക് ഈ ട്രെൻഡിനകത്ത് കയറണം. ഈ ട്രെൻഡിനകത്ത് കയറാത്തിടത്തോളം കാലം എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഈ പറയുന്നത്, മിഡ് ക്യാപ്പ് ഡെയിലി ബേസിൽ എന്നാണോ ഇതിനകത്തൊരു ക്ലോസിങ് കിട്ടുന്നത്, ഈ ട്രെൻഡ് ലൈനകത്ത് എന്നാണോ നമുക്കൊരു ക്ലോസിങ് കിട്ടുന്നത്, അന്ന് മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് എന്ന്, മിഡ് ക്യാപ്പ് ഒരു ബുള്ളിഷ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടുന്നാണ് നമുക്കൊരു ചെറിയൊരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് കൂടി ഇങ്ങോട്ട് വരയ്ക്കാം. അതായത് ഇത് നിന്നോട്ടെ. ഇപ്പോൾ ഇതൊരു കൺഫർമേഷനാണ്. എന്താ കൺഫർമേഷൻ? ഇത് ഇവിടെ ബ്രേക്ക് ചെയ്യണം. ഒന്നുകിൽ ഇത് ട്രെൻഡ് ലൈനിന് മുകളിൽ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഏറ്റവും നല്ല കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് മുകളിൽ കയറുവാണെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇവിടെയൊക്കെ വന്ന പോലെ തന്നെ ഈ ടാർഗറ്റ് ഇവിടെ ഇതിനപ്പുറം മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് നമുക്ക് ഡെയിലി ബേസിസിൽ പറയാനുള്ളത്. എങ്കിലും ഇപ്പോൾ അടുത്ത ആഴ്ച ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ ഇത് പൊട്ടിച്ച് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച മൂവ് ചെയ്തിട്ട് എത്ര മൂവ് ചെയ്തു? ഇത് ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 12,000 മുതൽ 300 പോയിൻ്റേ മൂവ് ചെയ്തുള്ളൂ കഴിഞ്ഞ ഒരാഴ്ച. വലിയ മൂവുകളൊന്നും നടന്നില്ല. നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഭീകരമായ മൂവ് നടന്നെങ്കിലും മിഡ് ക്യാപ്പിൽ അത്ര വലിയ മൂവ് നടന്നില്ല. മിഡ് ക്യാപ്പിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിന് മോളിൽ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷനായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് നമുക്ക് വീക്കിലി ബേസിസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് വീക്കിലി ബേസിസിൽ നമുക്ക് മാർക്കറ്റ് എവിടം വരെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈ ആയിരിക്കും വീക്കിലി ബേസിസിൽ. നോക്കട്ടെ ഒരു മിനിറ്റ്. അതെ, ഈ ഹൈ ആയിരിക്കും നമുക്ക് വീക്കിലി ബേസിസിൽ പറയാനുള്ള ഹൈ. ഈ ഹൈ ബ്രേക്ക് ചെയ്യണം. മാക്സിമം പോയാൽ ആ ഹൈ പോകണം. ആ ഹൈ പോയി പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ട്രെൻഡ് ലൈനാണ്. ഇതാണ് നമുക്ക് വീക്കിലി ബേസിസിൽ പറയാനുള്ളത്. ഇനി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,025 ഇതാണ് താഴത്തെ റേഞ്ച്. ഓക്കെ, 12,025 ഓക്കെ, 12,012 ഇതാ 12,012 അല്ലെ 13, 12,013 ആയിരിക്കും താഴോട്ടുള്ള റേഞ്ച്. ഓക്കെ, അത് അതിൻ്റെ കളർ മാറ്റിയേക്കാം, റെഡ്. ഓക്കെ, മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അപ്സൈഡ്. ഓക്കെ,
ഈ 2 കാര്യങ്ങളാണ് വീക്ക്ലി ബേസിസിൽ ഇതിനകത്ത് നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലേതെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡെസസീവ് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് പിന്നെ കാണാനുള്ളത്. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് കയറിയെങ്കിൽ മാത്രമേ പിന്നെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം പറയാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇതിങ്ങനെ ആടിക്കളിച്ച് നിൽക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ആഴ്ച എന്ത് സംഭവിക്കും. നമുക്ക് ഒരു ഭീകര മൂവ് കിട്ടൂ ഇല്ലെന്നുള്ളത്. 12,000 ആണ് നമ്മുടെ സപ്പോർട്ട് താഴെയുള്ള 12,306 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കപ്പം ഇനി 5 മിനിറ്റ്സ് ക്യാൻഡിലോട്ട് വരാം. ഓക്കെ, 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് ഇൻട്രാഡേ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻട്രാഡേയിൽ നമുക്ക് എന്താ നോക്കിക്കേ, കറക്റ്റ് സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഇതായത് ഓക്കെ, ഇത് ഇത്രയും വരച്ചാൽ മതി. ഇതാണ് ഒരു കറക്റ്റ് റെസിസ്റ്റൻസിൽ വന്ന് നിൽക്കുന്നത്. ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ആണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. പ്രീവിയസ് വന്ന് പൊട്ടിച്ചെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാതെ നേരെ തിരിച്ച് താഴെ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് നോക്കി ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ടോ? ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ മുട്ടിച്ച് വരച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ ഒന്നുകൂടെ ഒരു കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കയറിയിരിക്കുന്ന പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഏറ്റവും ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ ടച്ചിങ്സ്, അതാണ് നമ്മൾ ട്രെൻഡ് ലൈനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ, ഓക്കെ, ഇതിൽ എന്ത് സംഭവിക്കുന്നു നോക്കുക. ഇതേ കൂടെ തട്ടിയാണ് പോകുന്നത് എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനെ മുകളിലോട്ട് പോവുകയാണെന്ന് നമുക്ക് താഴോട്ട് നമുക്ക് വരച്ചു നോക്കാം. ആദ്യം നമുക്ക് താഴോട്ട് വരയ്ക്കാം. താഴോട്ട് വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇവിടെ വരയ്ക്കും. ഇതൊരു സംഭവം. ഓക്കെ, റെഡ് ലൈൻ അതൊരു സംഭവമാണ്. പിന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇതൊരു സംഭവമാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഈ പൊട്ടൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷെങ്കിൽ എൻ്റെ പൊട്ടത്തരങ്ങളായിരിക്കും ചിലപ്പം, ഒരു പക്ഷെങ്കിൽ പൊട്ടത്തരങ്ങളായി പോകാം, സംശയമൊന്നുമില്ല. മാർക്കറ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അടുത്തത് പിന്നെ അടുത്തത് താഴോട്ട് പോകുന്ന ഒരു ഇഷ്ടം പോലെ റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് താഴോട്ട് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇനി മുകളിലോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തെങ്കിലും ഒന്നും കാണുന്നില്ല. നമുക്കൊരു 15 മിനിറ്റ്സിലോട്ട് മാറ്റി നോക്കാം, വല്ലതും ഉണ്ടോ എന്ന്. ഓക്കെ, 15 മിനിറ്റ്സിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഇതൊരു സപ്പോർട്ടാണ്, ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ ഈ സാധനം ഈ സാധനം ഒരു റെസിസ്റ്റൻസ് ആണ് മുകളിലോട്ട്. പിന്നെ അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ളത് ഇതാണ്. ഇതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. വരയ്ക്കുന്നില്ലേ? അടുത്ത പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് അതായിരിക്കും. പിന്നെ അതിന് ശേഷം ഉള്ള സംഭവമാണ് ഇത്. ഓക്കെ, ഇച്ചിരി കനപ്പിച്ചിട്ടേക്കാം. അപ്പം ഇതൊക്കെ വരച്ചാലും മാർക്കറ്റ് ഈ പറയുന്ന ഇന്നലെ കാണിച്ച ആ ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുമോ ഇല്ലയോ എന്നുള്ളത്. മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ ജയിച്ചു, ശരിയാണ്. എന്നാൽ തന്നെ FIS വാങ്ങിച്ചിട്ടില്ലെന്നാണ്. ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ നോക്കിയില്ല, FIS വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് ഞാൻ ഡേറ്റ നോക്കിയില്ല. ഒരു സെക്കൻഡ് ഇവിടെ നിന്ന് നോക്കിക്കോട്ടെ, ഒരു സെക്കൻഡ്. FIS എത്ര രൂപയ്ക്കാണ്? പിന്നെ ആര് വാങ്ങിച്ചു? ഇത്രയും വലിയ മൂവ്മെൻറ്റ് നടത്തിയത് അദാനി രക്ഷിക്കാൻ വേണ്ടി ആര് മേടിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒന്ന് നോക്കിക്കോട്ടെ, ഒരു സെക്കൻഡ്. അന്ന് FIS വിൽക്കുക ചെയ്തല്ലേ, 1,278 രൂപയ്ക്ക് 78 കോടിക്ക് FIS വിറ്റു. 1,722 കോടിക്ക് 1,722 കോടിക്ക് DIS വാങ്ങിച്ചു. ഓക്കെ, അപ്പം അവർ വിൽക്കുക തന്നെ ചെയ്തത്. അപ്പം ആരും മേടിച്ചു എന്നുള്ളതാണ് ചോദ്യം. HNIs ആയിരിക്കും മേടിച്ചത്.
കാശിറക്കി അവർ അദാനി രക്ഷിക്കാൻ വേണ്ടി കാശിറക്കിയതായിരിക്കാം എന്ന് നമുക്ക് സങ്കല്പിക്കാം. നമുക്കറിയത്തില്ല അങ്ങനത്തെ ഉള്ളുകളികളൊന്നും. നമ്മൾ പാവം ഈയാൻ പാറ്റകൾ എരിഞ്ഞടങ്ങുന്ന ടീമുകളാണ് ഇവിടെ. ഓക്കെ, അപ്പം റീറ്റെയിലേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ HNIs ആയിരിക്കാം വാങ്ങിച്ചത്. ആര് വാങ്ങിച്ചു നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഇനി ഈ മൊമെൻറ്റം നിലനിന്നാൽ ആണ് ഞാൻ ഈ പറയുന്ന ഈ സംഗതികൾ മുകളിലോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും തദൈവ എന്ന് പറഞ്ഞ് താഴോട്ട് തന്നെ വരും. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കുക. ആരോ വരച്ചില്ലേ, മറന്നുപോയി. അപ്പം മാർക്കറ്റ് ഇതിന് മുകളിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇങ്ങോട്ട് 1, 2, 3 ഈ 3 ടാർഗറ്റാണ് നമുക്ക് മുകളിലോട്ടുള്ളത്. 12,727 വരെ. എവിടുന്ന് 12,300 നിന്ന് 12,727 വരെ. അത്രയൊക്കെ പോവായിരിക്കാം ഇല്ലേ? ഓക്കെ, ഇതാണ് നമുക്ക് നാളത്തേക്കുള്ള റെസൾട്ട്. 419, 567, 150 പോയിൻ്റൊക്കെയാണ്. ഇതിനിടയ്ക്ക് ഒരു ലൈൻ വേണ്ടി വരുമോ? ഒരു മിനിറ്റ്, ഇത്രയൊക്കെ ദൂരം പോവോ? അത്രയും ദൂരം പോവാൻ 419, 567 അത്രയൊന്നും പോവാൻ സാധ്യതയില്ല. ഒരിടയ്ക്ക് ഒരെണ്ണോടെ കിടക്കട്ടെ ഇവിടെ. ഇവിടെ കിടന്നോട്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിയറായി. ഇനിയിപ്പം താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ട് ഒന്ന്. നിങ്ങൾക്ക് ഈ എൻ്റെ സംസാരം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി സ്പീഡിലിട്ട് കണ്ടോ കേട്ടോ. 1.5x 1.25x ഒക്കെ യൂട്യൂബിനകത്ത് സംവിധാനമുണ്ട്. അത് നോക്കി കാണുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് ഇങ്ങോട്ട് തന്നെ വരയ്ക്കുന്ന ഞാൻ. ഇതൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. അവിടെ നീ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അടുത്ത ഇത് 12,000, 12,012 ഇത്രയാണ് നമുക്ക് പിന്നെ ഇൻട്രാഡേയിലെ നമുക്ക് തിങ്കളാഴ്ച നോക്കാനുള്ള ലെവലുകൾ. ഓക്കെ, അപ്പം മിഡ് ക്യാപ്പിൻ്റെ കാര്യം കഴിഞ്ഞു. നമുക്കിനി നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വരകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അല്ലേ? അപ്പം നമുക്ക് വരകളെല്ലാം എടുത്ത് കളയാം. വരകളുടെ ആവശ്യമൊന്നും ഇനിയില്ല. ഓക്കെ, നമുക്ക് ഡെയിലിയിലോട്ട് വരാം. ഡെയിലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകാർ മുഴുവൻ വരയ്ക്കുന്നൊരു സംഭവമായിരുന്നു നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. പക്ഷേ ഞാനതൊന്നും അല്ല നോക്കാൻ പോകുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡർ ഒന്നും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുന്ന ട്രെൻഡ് ലൈനാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഒരു ട്രെൻഡ് ലൈൻ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, എന്ത് ക്ലിയർ ആയിട്ടൊരു സാധനം ഇവിടെ പോകുന്നത് കണ്ടോ. ഈ ട്രെൻഡ് ലൈൻ അവിടെ അങ്ങനെ നിൽക്കട്ടെ. നമുക്കിതൊക്കെയാണ് എൻ്റെ കണ്ണിൽ ഉടക്കിയ സാധനം. ഇതാണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതാണ് നമ്മുടെ ഒരു മേജർ സംഭവമാണിത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നിഫ്റ്റിയിലും ഈ ബുള്ളിഷ്, നമ്മൾ അവിടെ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ നിഫ്റ്റിയിലും ഇത് ഒരു ബുള്ളിഷ് മൊമെൻറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യണം. ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം എന്ന് നിഫ്റ്റിയിൽ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് താഴെ കൂടെ നമുക്ക് ഒരെണ്ണം കോപ്പി ചെയ്ത് വരച്ച് നോക്കാം. എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ നോക്കിയിട്ടില്ല, ജസ്റ്റ് നോക്കുക ഒന്ന്, എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളത് നമുക്ക്. ഇതാ നോക്കിക്കേ, ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ. ഒരു മിനിറ്റ്, ഞാനിതൊന്നും മുന്നേ കൂട്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ച് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവനെ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ കറക്റ്റായിട്ടൊരു ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒന്നുകൂടെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ. നിങ്ങളിവിടെ ഇച്ചിരി വലുതാക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി നമുക്ക് ഓർമ്മയോടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കൺഫർമേഷനാണ് നോക്കുന്നത്. ഇത് നോക്കി, ഇതൊരു മേജർ സപ്പോർട്ടാണ് ഈ സാധനം. അതേ ഇടത്ത് വന്നാണ് ഈ സാധനം ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കപ്പം ഇവനെ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ ഞാൻ ഈ വരയ്ക്കുന്നത്. ഇതൊരു മേജർ സപ്പോർട്ട്. ഇത് നോക്കിക്കേ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 1, 2,
പിന്നെ ഇവിടെ ഒക്കെ ഇത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാകുമ്പോൾ ഇതൊരു ഡബിൾ കൺഫർമേഷനായി ഇല്ലേ. ഈ ട്രെൻഡ് ലൈൻ ഒന്നായി, ഈ ട്രെൻഡ് ഇവിടെ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നൊന്നും കൂട്ടണ്ട കേട്ടോ. നമ്മൾ മാക്സിമം ടച്ചസ് ഇവിടെ അപ്പോൾ മാക്സിമം ടച്ചസ് നമ്മൾ നോക്കുന്നത്. അപ്പം ചിലർക്കൊന്നും ഇത് ദഹിക്കത്തില്ല ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ഡസൻറ്റ് മാറ്റർ, നമ്മളെ വിഷയമല്ലത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യണം. ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. അടുത്ത കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനാണ്. ഇതും ട്രെൻഡ് ലൈൻ കടന്നു പോയാൽ പിന്നെ നമുക്കൊരു ഭീകര ബുള്ളിഷായിട്ട് കാണും. അല്ലാത്തടത്തോളം കാലം ഇത് പൊട്ടി എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു ദിവസം കണ്ടെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ സപ്പോർട്ട്. ഓക്കെ, ഈ സപ്പോർട്ട് 23,254 പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെയും തദൈവ താഴോട്ട് വരത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച 23,254 പൊട്ടിച്ച് താഴെ പോവുമോ അതോ 23,900 പൊട്ടിച്ച് മുകളിൽ പോവുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ വീക്കിൽ ഇത് രണ്ടെണ്ണേ വരയ്ക്കാനുള്ളൂ എനിക്ക്. ഇനി അടുത്ത വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ, അടുത്ത പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇതായിരിക്കും. ഈ സാധനമായിരിക്കും നമുക്ക് മുകളിലോട്ട് പോകാനുള്ള കടമ്പ. എത്രയാണ്? 24,536. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ നമ്മുടെ കൂടെ കിടപ്പുണ്ട്. അന്നേരം പിന്നെ നമുക്ക് വഴി അന്നേരം നോക്കാം. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ്. താഴെ എത്രയാണ്? 23,254, 24,536 മുകളിലും. ഇത് രണ്ടെണ്ണമാണ് നമുക്ക് വീക്കിലി പറയാനുള്ളത്. ഓക്കെ, അതിന് മുകളിലോട്ട് പോകുമോ ഇല്ലെന്നുള്ളത് നമുക്ക് അന്നേരം നമുക്ക് നോക്കാം. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും അടുത്ത കടമ്പ. ഓക്കെ, ഇതാണ് എനിക്ക് എന്ത് പറയാനുള്ളത്, നമുക്ക് വീക്കിലിയിൽ പറയാനുള്ളത്. ഇത് കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. കാരണം 23,907, 23,254 പൊട്ടിച്ച് താഴെ പോകണം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം. ഇതിപ്പോൾ ഒരു ദിവസം താൽക്കാലിക ബുള്ളിഷ് കാണിച്ചുകൊണ്ട് അടപടല താഴെ കിടക്കുവാണെന്ന് അറിയാം. ഇവിടെ ഒരു ഞാൻ വേണമെങ്കിൽ നിങ്ങളൊരു പ്രീവിയസ് ഹിസ്റ്ററി കാണിക്കുക. അതായത് ഇത് നോക്കിക്കേ, ഡെയിലി ക്യാൻഡിൽ ചെയ്ത് നോക്കിക്കേ. ഒരു ദിവസം നമുക്ക് ഭയങ്കര മേളിൽ നിന്ന് മാർക്കറ്റ് പൊട്ടി താഴോട്ട് വന്നു. അതിനുശേഷം ഒരു ചുമന്ന ക്യാൻഡിൽ കാണിച്ചു, ഒരു ഗ്രീൻ ക്യാൻഡിൽ അങ്ങോട്ട് ഇട്ട് തന്നു, പച്ചല ഇട്ട് തന്നു, മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞതിന് ശേഷം നേരെ പൊത്തവും താഴോട്ട് വന്നു. മനസ്സിലായോ? ഒറ്റയടിക്ക് എത്ര പോയിൻ്റാണ് വന്നത്? 25,000 നിന്ന് നേരെ 24,000, 1000 പോയിൻ്റ് ഒറ്റയടിക്ക് വീണു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഗ്രീൻ ക്യാൻഡിലൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതുപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൽ 2 എണ്ണം തന്നു, അതിനുശേഷം നേരെ ഒരു 1000 പോയിൻ്റ് താഴോട്ട് പോരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മളെ പച്ചല കാണിച്ചിട്ട് അറക്കാൻ കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ട് ട്രേഡ് ചെയ്യുക. ഈ ബുള്ളിഷ് കാണുന്ന രീതിയിൽ മുകളോട്ട് പോകുമെന്നൊന്നും അങ്ങനെ ആരും ധരിക്കേണ്ട. പിന്നെ നാളെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആദ്യം ഒരു ഭയങ്കര ഭൂതിയൊക്കെ കാണുമായിരിക്കും മുകളിലോട്ട് പോകാനുള്ളത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കുക. എന്തായാലും 24,500 വലിയൊരു കടമ്പയാണ്. അതിന് ശേഷമുള്ള കാര്യം നമുക്ക് പിന്നെ പടത്തിൽ കാണാം. അപ്പോൾ നമുക്ക് നാളെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് ഒന്ന് നോക്കാം എന്ത് സംഭവിക്കുക എന്നുള്ളത്. 5 മിനിറ്റ്സ് ക്യാൻഡിൽ നാളെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ടത് തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവലുകൾ ഇവിടെയൊക്കെ തന്നെ കിടപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു 45 മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം. 45 മിനിറ്റ്സിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ 45 മിനിറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, 780. ഇതാണ് നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് പറയാനുള്ളത്. ഓക്കെ, 15 മിനിറ്റ്സിലോട്ട് ഇട്ട് നോക്കാം, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ളത്. താഴോട്ട് വരാനുള്ള സംഗതി ഇതാണ്. ആദ്യം താഴോട്ട് വരയ്ക്കാം അല്ലേ. ഓക്കെ, താഴോട്ട് 1, ഇതൊന്ന്, രണ്ടാമത്തേത് ഇതാണ്, രണ്ടാമത്തേത് ഈ സാധനം, രണ്ടാമത്തേത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇത്. നിങ്ങളിത് കാണുമ്പം ഈ പോട്ടൻ എന്താ കാണിക്കുന്നത് വിചാരിക്കും അല്ലേ. നമ്മളൊരു പോട്ടനാപ്പാ. ഇതാ നോക്കുക, അടുത്തത് ഇത്. ഇത്രയാണ് താഴോട്ടുള്ള മേജർ സംഭവങ്ങൾ. നിങ്ങളുടെ ചാർട്ടിനകത്തിൽ നിങ്ങളിത് വരച്ചിടുക. ഓക്കെ, ഇനി മുകളിലോട്ട് നമുക്ക് നോക്കണമെങ്കിൽ ഇൻട്രാഡേ ലെവലിൽ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സംഭവം, ഈ സാധനം. ഓക്കെ, ഒന്ന് കളർ മാറ്റില്ല, ഒന്ന്, അടുത്തത് ഇത്. അത് പോകാൻ ഇതാണ് ഒന്ന്,
രണ്ടാമത്തെ ഇതാണ് നല്ലത്. കണ്ടിട്ട് അങ്ങനെ പോകുന്നത്. ഇവിടെ ഇതൊന്ന് വർക്ക് ചെയ്തില്ലേ? 2. ഓക്കെ, ഇത് 2. കാരണം ഇവിടെ നോക്കി, ഇവിടെ 1, ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്ക് കൂട്ടാം. അടുത്തത് മൂന്നാമത്തേത് ഇത് മൂന്നാമത്തെ ഇതായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. 4 ഇത്. ഓക്കെ, ഈ ഇത്രയും 4 പോകത്തില്ല, അറിയാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 3 വരച്ചിട്ട് 6 ഇത് പോയില്ലേ. അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്, അല്ല ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇത് മുഷിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അടുത്ത ശേഷം ഇവിടുന്ന് മേലോട്ട് ഇത് 2, 3. ഞാൻ ഈ ശാന്തമായിട്ട് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കേട്ടോ. നിങ്ങൾ ഇച്ചിരി സ്പീഡിലിട്ട് കണ്ടു. സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി സ്പീഡിലിട്ട് കാണുക. 1.25 അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴോട്ടുള്ള ഇതാണ് കേട്ടോ. ഇത് റെഡ്, രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തേത് ഇത്, നാലാമത്തേത് ഇത്. 23 250 ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് അന്നേരം നമുക്ക് ഡെയിലി ഈ അനാലിസിസിനകത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിനകത്ത് കടന്ന് റേഞ്ച് ഓടി കളിക്കുവാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തിങ്കളാഴ്ചത്തേക്കുള്ള ഇൻട്രാഡേ ലെവലുകൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ചാർട്ടിനകത്തിൽ ഇത് വരച്ചിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ കാണാൻ ആരും മറക്കല്ല. നിങ്ങൾക്ക് കണ്ടാൽ അത് വർത്തായിരിക്കും. എങ്ങനെയാണ് സ്ട്രൈക്കുകൾ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് സ്ട്രൈക്കുകൾ ഉപയോഗിക്കേണ്ടത്, എപ്പോൾ സ്ട്രൈക്കുകൾ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. കേട്ടാൽ അത് നിങ്ങൾക്ക് ഒരു അസറ്റ് ആയിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ. അതുകൊണ്ട് നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ.